ഹായ്, ഗുഡ് ഈവനിങ് ഗീസ്. എല്ലാവരും ഹാപ്പി ആയിരിക്കും അല്ലേ? അടിപൊളി. ഇന്ന് നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കാരണം കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഫൈനൽ മത്സരം ഇന്നായിരുന്നു. ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങളെല്ലാവരും കളി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഗംഭീര ഫൈനൽ മത്സരമായിരുന്നു ഇന്നത്തത്. കൊല്ലവും കാലിക്കറ്റും തമ്മിലായിരുന്നു മത്സരം. ഫൈനൽ, അതായത് T20യുടെ എല്ലാ സൗന്ദര്യവും ആവാഹിച്ചിട്ടുള്ള ഒരു ഫൈനൽ മത്സരം. അത് ഗംഭീര ഒരു ഫൈനൽ മത്സരമായിരുന്നു. ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് എന്ന് പറയുന്ന ഒരു ഇന്നിങ്സ് ഉണ്ടല്ലോ, അതൊരു സൂപ്പർ പവർ ഇന്നിങ്സാണ്. അത് ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് എന്ന് പറയുന്നത്. അത് ഇന്ന് കൊല്ലത്തിൻ്റെ സച്ചിൻ ബേബി അത് മനോഹരമായിട്ട് പുള്ളിക്കാരനത് നിറവേറ്റുകയുണ്ടായി. സാധ്യ ഗെയിമായിരുന്നു. സാധ്യ ഗെയിം എന്ന് പറഞ്ഞ പോലെ പുള്ളി സെഞ്ചുറിയാണ് ഇന്നത്തെ ഫൈനലിൽ അദ്ദേഹത്തിന് നേടാൻ പറ്റിയത്. സന്തോഷമാണ്. നല്ല കളിയായിരുന്നു. നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്കൊരു വലിയ സംഭവമാണ്. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ഗെയിം, അതായത് നമ്മുടെ ഇന്ത്യക്കാരെല്ലാവരും ബ്ലഡിൽ അലിഞ്ഞു ചേർന്നൊരു സംഭവമാണ് ക്രിക്കറ്റ്. നമ്മുടെ ദേശീയ ഗെയിം ഹോക്കി ആണെങ്കിലും ക്രിക്കറ്റാണ് നമ്മൾ ഇന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുകയും അല്ലെങ്കിൽ കളിക്കുകയും ചെയ്യുന്ന ഗെയിം എന്ന് പറയുന്നത് ക്രിക്കറ്റാണ്. ഫുട്ബോളിലേക്ക് നമുക്കധികം എത്തിപ്പെടാൻ പറ്റുന്നില്ല. അത് വരും കാലങ്ങളിൽ അങ്ങനെയും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആശംസിക്കുന്നു. നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ആരംഭിച്ചു. അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ ആയിരുന്നു അല്ലേ? അതിൻ്റെ ഫൈനലായിരുന്നു ഇന്ന്. നമുക്കിതെല്ലാം കൊണ്ട് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അവസരങ്ങളെ എല്ലാത്തിനെയും നമ്മൾ മുതലാക്കുക, അല്ലെങ്കിൽ അവസരങ്ങളെ എല്ലാത്തിനെയും നമ്മൾ പോസിറ്റീവായി കണ്ട് അതിനെ പ്രാവർത്തികമാക്കുക. എന്തെന്നാൽ ഒരു ക്രിക്കറ്റ് താരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ദേശീയ ടീമിൽ കളിക്കുക എന്നുള്ളതാണ്. അത് ഇന്ത്യയുടെ ദേശീയ ടീമാണെങ്കിലും മറ്റു രാജ്യങ്ങളിലുള്ള ക്രിക്കറ്റ് താരങ്ങൾക്കും അവരുടെ ദേശീയ ടീമിൻ്റെ ഭാഗമാകുക എന്നുള്ള ആഗ്രഹമായിരിക്കും എല്ലാ ക്രിക്കറ്റേഴ്സിനും ഉള്ളത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇന്ത്യൻ ടീമിലും കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ചങ്ങാതിമാരെല്ലാം ഈ ക്രിക്കറ്റ് കളിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സാധ്യതകൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇപ്പോൾ ഈ കേരള ക്രിക്കറ്റ് ലീഗ് കൊണ്ട് നമുക്ക് ഗുണമേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ, ഒരുപാട് ചങ്ങാതിമാർ ഇത് ക്രിക്കറ്റ് കളിക്കുവാനായിട്ട് ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 10 വയസ്സ് മുതൽ ഏകദേശം ക്രിക്കറ്റ് കളിച്ച് അവരാണ് ഇപ്പം വന്ന് ക്രിക്കറ്റിലേക്ക് അവർ ഫുൾ ലെങ്ത് ക്രിക്കറ്റിലേക്ക് അവർ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ സാധ്യതകളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക, അതെങ്കിൽ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. കാരണം നേരത്തെ നമുക്കൊരു ദേശീയ ടീമിൽ നമുക്ക് എത്തിപ്പെടണമെങ്കിൽ രഞ്ജി ട്രോഫി ആയിരുന്നു. പക്ഷേ ഇപ്പം രഞ്ജി ട്രോഫി മാത്രമല്ല, അതായത് ഇത് കണക്കത്തെ ഒരുപാട് ക്രിക്കറ്റ് ലീഗുകൾ ഉണ്ട്. അപ്പോൾ ആ ലീഗുകളിൽ നല്ല മത്സരങ്ങൾ, നല്ല ഗെയിമുകൾ കാഴ്ചവെക്കുന്നവർക്ക് സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ ഒരു രഞ്ജി ട്രോഫിയാണ്. രഞ്ജി ട്രോഫി ഞാൻ പറഞ്ഞല്ലോ, രഞ്ജി ട്രോഫിയിൽ നമുക്ക് രഞ്ജി ട്രോഫി കളിച്ചിട്ട് നമ്മുടെ ദേശീയ ടീമിൽ എത്തിയിരിക്കുന്നത് ആകെ 2 പേരാണ്. ആരാണ്? ഒന്ന് ടിനു യോഹന്നാനും, രണ്ടാമത്തേത് ശ്രീശാന്തുമാണ്. പിന്നെ എന്നാൽ ചോദിക്കും, സഞ്ജു സാംസൺ നമ്മുടെ രഞ്ജി ട്രോഫി കളിച്ചിട്ട് ദേശീയ ടീം വന്നില്ലേ എന്ന്. ഓക്കെ, അദ്ദേഹം രഞ്ജി ട്രോഫി കളിച്ചിട്ട് മാത്രമല്ല അദ്ദേഹം ദേശീയ ടീമിലേക്ക് വന്നത്. പുള്ളിക്ക് രഞ്ജി ട്രോഫിയിൽ നിന്ന് പുള്ളിക്ക് IPL-ലേക്കാണ് ഒരു വലിയൊരു സാധ്യത കിട്ടിയത്. ആ IPL തിളങ്ങിയതിനൊക്കെ ശേഷമാണ് പുള്ളിക്ക് ദേശീയ ടീമിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുത്തത്. ഇപ്പോഴും പുള്ളി വാതിലിൻ്റെ അവിടെയും ഇവിടെയും അപ്പുറം ഇപ്പുറമായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ടീമിൻ്റെ ഉള്ളിൽ പോകാം, എപ്പോൾ വേണമെങ്കിലും പുള്ളിയെ പുറത്തേക്ക് മാറ്റാം എന്ന ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ കേരള ക്രിക്കറ്റ് ലീഗ് വലിയ സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. കാരണം ഫസ്റ്റ് എഡിഷൻ ഏകദേശം 33ഓളം മത്സരത്തിലാണ് ഈ ഫസ്റ്റ് എഡിഷൻ നമ്മൾ കാണാൻ നമുക്ക് പറ്റുന്നത്.
അല്ലെങ്കിൽ ഈ 33 മത്സരങ്ങളും ഗംഭീര മത്സരങ്ങളൊക്കെ ആയിരുന്നു. ഏകദേശം ഒരു 90% നല്ല ഗംഭീര മത്സരങ്ങളായിരുന്നു. എല്ലാ തരം പ്ലേയേഴ്സിൻ്റെ ഇടയിൽ നിന്നാലും അവർക്ക് പറ്റുന്നതിൻ്റെ പരമാവധി അവരത് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഈ അവസരങ്ങളെ നമ്മൾ ഇനിയും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി ദേശീയ ടീമിൻ്റെ ഭാഗമാകുക. കാരണം ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ നിന്നുള്ള ക്രിക്കറ്റ് താരങ്ങൾക്ക് IPLിലേക്ക് കയറുവാൻ ഒരു വലിയ ചുവടുകൂടിയാണ്, അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റെപ്പാണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ആണ് ഈ കേരള ക്രിക്കറ്റ് ലീഗ്. ഈ കേരള ക്രിക്കറ്റ് ലീഗിൽ നല്ല കളികൾ കാഴ്ചവെക്കുന്നവരെ IPLിലേക്ക് ഒരുപാട് ഫ്രാഞ്ചൈസികൾ ഇവർ നോട്ടബിളാകും. അപ്പോൾ ഇവരിൽ നിന്ന് നല്ല കളിക്കാരെ അവർ IPLിലേക്ക് സെലക്ട് ചെയ്യും, IPL ടീമിലേക്ക് സെലക്ട് ചെയ്യും. അപ്പോൾ ആ IPL ടീമിലേക്ക് സെലക്ട് ചെയ്യുവാനൊരു സാധ്യത ഉള്ളതാണ് ഈ കേരള ക്രിക്കറ്റ് ലീഗ്. അപ്പോൾ ഈ കേരള ക്രിക്കറ്റ് ഇനി അടുത്ത് വരുന്ന കേരള ക്രിക്കറ്റ് ലീഗിലും നിങ്ങൾ പരമാവധി കളിക്കുക. ഇനി വരാൻ പോകുന്ന ചങ്ങാതിമാരെല്ലാം ഗംഭീരമായിട്ട്, ഇതൊരു പ്രൊഫഷണൽ ലീഗാണ്. അപ്പം ഈ എഡിഷൻ പോലെ ആയിരിക്കില്ല, ഇനി അടുത്ത എഡിഷൻ വരുമ്പോഴത്തേനും ഇനിയും ഇതിൽ കൂടുതൽ ടീമുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം പരമാവധി സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കുക. കാരണം ക്രിക്കറ്റിന് അത്രയ്ക്ക് ഇഷ്ടമാണെന്നേ, അതൊരു വല്ലാത്തൊരു ഗെയിമാണത്. കാരണം എല്ലാ ഗെയിമിനും അതിൻ്റേതായ ഒരു സൗന്ദര്യം ഉണ്ട് എന്ന് പറയുന്നെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്രിക്കറ്റ് ഒരു വലിയൊരു ഹരമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സൗരവ് ഗാംഗുലി എൻ്റെ ഒരു ഭയങ്കര ഫാനാണ്. ഞാൻ സൗരവ് ഗാംഗുലിയുടെ ഒരു കട്ട ഫാനാണ്. എൻ്റെ ഫാനല്ല, ഞാൻ സൗരവ് ഗാംഗുലിയുടെ ഒരു കട്ട ഫാനാണ്. അപ്പോൾ ക്രിക്കറ്റിനെ അത്രയ്ക്കും മനസ്സിൽ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്നൊരു ഫിസിക്കുള്ളൊരു മനുഷ്യനല്ല ഞാൻ. അതുകൊണ്ട് ഈ ഒരു ഗെയിമുകളും എനിക്ക് കളിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഗെയിമുകളെല്ലാം എനിക്ക് കാണാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ പുതിയതായിട്ട് പിള്ളേർ കളിക്കാൻ പറ്റുന്ന പിള്ളേരോട് എനിക്ക് ഭയങ്കര സന്തോഷവും ഇഷ്ടവുമാണ്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഈ ലീഗ് നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. അത് കേരള ക്രിക്കറ്റ് ലീഗിനെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കേരളത്തിൻ്റെ രഞ്ജി ട്രോഫിയിലേക്ക് വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് IPLിലേക്ക് ഉള്ള സാധ്യതകൾ വളരെ വിദൂരമല്ല. എങ്കിൽ പോലും അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ദേശീയ ടീമിലേക്ക് വരാനുള്ള സാധ്യതകളും വളരെ ദൂരമൊന്നുമല്ല, എല്ലാം അടുത്തടുത്താണ്. അതുകൊണ്ട് പരമാവധി ഈ കേരള ക്രിക്കറ്റ് ലീഗിനെ നിങ്ങൾ പരമാവധി ഉപയോഗിച്ച് നിങ്ങളുടെ ക്രിക്കറ്റിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കുക. അത് മാത്രമല്ല, നിങ്ങൾ കളിച്ച് നിങ്ങളൊരു ഗംഭീര കളിക്കാരനാകുമ്പോഴും നിങ്ങൾക്ക് മാത്രമല്ല അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ ടീമിന് തന്നെ ഏറ്റവും വലിയൊരു ഗുണമാണ് ഇങ്ങനെ പുതിയ കളിക്കാരുണ്ടായി വരുന്നത്. ഇപ്പോൾ സാധ്യതകൾ ഒരുപാടുണ്ട്. ദേശീയ ടീമിലെത്താൻ വലിയ പാടുകളൊന്നുമില്ല, സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പോൾ പരമാവധി നമ്മളുടെ ഈ ലീഗ് നിങ്ങൾ ഉപയോഗിക്കുക. പുതിയ തലമുറയിലുള്ള പയ്യന്മാർ ഇത് നിങ്ങൾ ഉപയോഗിക്കുക, മാക്സിമം ഉപയോഗിക്കുക. മാക്സിമം എന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം ഏതാണോ ആ ലക്ഷ്യത്തിൽ എത്തുന്നതായി നിങ്ങൾ ഇന്ന് സ്വപ്നം കാണുക. അതായത് നിങ്ങൾ ദേശീയ ടീമിൻ്റെ ഭാഗമാകുന്നു എന്ന് സ്വപ്നം കാണുന്നത് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ ദേശീയ ടീമിൻ്റെ ഭാഗമാകും. അതിനത് യാതൊരുവിധ മാറ്റവുമില്ല. അതുകൊണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു ലീഗാണ് ഇപ്പം നടന്നത്, കേരള ക്രിക്കറ്റ് ലീഗ്. എല്ലാ സുഹൃത്തുക്കളും ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ പരമാവധി ഈ ലീഗിനെ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം പറയുന്നു. ഓക്കെ.